ഹായ് ഹലോ. അപ്പോൾ അടുത്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ക്യാമറ ഒബ്സ്ക്യൂർ ആൻഡ് വേൾഡ് ഓഫ് ഇല്യൂഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ വിസ്കി ടൂർ ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഒരു ലേഡീനെ കാണുന്നത്. ഇവരിങ്ങനെ ദേഹത്ത് മൊത്തം പെയിൻറ്റൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ സ്റ്റാച്ചു പോലെ വഴിസരത്ത് നിൽക്കത്തില്ലേ, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പക്ഷേ അതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. അവർ പോകാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. അതിന് ശേഷം ഞങ്ങൾ വിസ്കി ടൂർ ആൻഡ് എക്സ്പീരിയൻസിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. How can we enter inside? Pardon? How can we enter inside? You can just go inside. Okay. And you can go and get your tours. If you want to try and get one free tour. Okay. For your group. Yeah. You can guess the different aromas here. But if you want to, you can just go straight inside and book your tours and see the shop tour. Okay, fine. ഇത് ട്രൈ ചെയ്യണോ? അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ കണ്ടത് വിസ്കി കൊണ്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ്സ് ആയിരുന്നു. അതായത് സാധാരണ നമ്മുടെ വിസ്കിയുടെ ലിക്കർ മാത്രമല്ല, വിസ്കിയുടെ സോപ്പ്, വിസ്കിയുടെ ചോക്ലേറ്റ്, വിസ്കിയുടെ ക്യാൻഡിൽ, അങ്ങനെ വിസ്കി വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാമോ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളതെല്ലാം നടന്ന് കാണുമായിരുന്നു. പിന്നെയാണ് ടേസ്റ്റിങ്ങിൻ്റെ ഒരു സ്ഥലം വന്നത്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രൊഡക്ട്സ്. ഇവിടെയും യൂഷ്വലി ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ, പിന്നെ സ്കോട്ട്ലൻഡ് വിസ്കിയുടെ തന്നെ സ്ഥലമാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസും ഒരുപാട് ഇയേഴ്സ് പഴക്കമുള്ള വിസ്കി ഒക്കെ കാണാൻ പറ്റി. ഇതൊക്കെ ചോക്ലേറ്റ്സ് ആണ് വിസ്കിയുടെ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടിൽസിലായിട്ട് വെച്ചിരിക്കുന്നതും ഉണ്ടായിരുന്നു. No, he doesn't want to be on camera. Huh? He wants to be. Doesn't want to be. Ready? No. Cheers കൊടുക്ക്. Clink. നല്ലതാണോ? See, he's doing the right thing. He's keeping it in his mouth. അങ്ങനെ കുറേ നേരം എല്ലാം നടന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം ടേസ്റ്റ് ചെയ്യാനുള്ള സംഭവത്തിലെത്തി. അവിടെ വരുന്ന എല്ലാവർക്കും അത് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കത് കുടിച്ചപ്പോൾ തന്നെ എരിയാൻ തുടങ്ങി. കാരണം നമ്മൾ അതിൻ്റെ അതേ ഫോമിൽ തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേട്ടനാണ് പറഞ്ഞത്, നമ്മൾ പെട്ടെന്ന് അത് ഇറക്കാൻ പാടില്ല, വായിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ മാത്രമേ അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇത് കണ്ടോ, ഒരു കമ്മലാണ്. അതായത് വിസ്കിയുടെ കാസ്ക് വുഡ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കമ്മലാണ്. പിന്നെ അതിൻ്റെ വിസ്കി വെച്ചുള്ള ഷൂ പോളിഷ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻഡിൽസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വീണ്ടും അവിടെ ഉണ്ടായിരുന്നു. കുറേ പേര് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല, അതുകൊണ്ട് ഞാനതൊന്നും പർച്ചേസ് ചെയ്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നടന്ന് കാണാനായിട്ട്. 2 ഫ്ലോറിലായിട്ടാണ് ഇതെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം മേടിക്കാം. പിന്നെ കുറേ ഇയേഴ്സ് പഴക്കമുള്ള, ഏകദേശം നമ്മുടെ പൈസ നോക്കുവാണെങ്കിൽ 12 ലക്ഷം മുതൽ 18 ലക്ഷം രൂപയുടെ വരെ വിസ്കി നമുക്ക് ഈ ഷോറൂമിൽ കാണാൻ പറ്റും. അവരിപ്പോൾ ഒഴിച്ചു തന്ന 70 പൗണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഹൈലൈറ്റ് സാധനം. ഈ ഒരു ബോട്ടിലിന്
20,000 പൗണ്ടാണ്. അതായത് നമ്മുടെ ഒരു 20 ലക്ഷത്തിന് മേളിൽ വരും. അതുപോലെ തന്നെ ഈ ബോട്ടിലിന് 13,500 പൗണ്ടാണ്, ഒരു 13.5 ലക്ഷം രൂപയോളം വരും. അങ്ങനെ കുറേ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരുപാട് പൈസ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടു ഇറങ്ങി. ഇനി നമ്മൾ വീണ്ടും സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ്. നമ്മൾ കുറേയൊക്കെ കണ്ടു കഴിഞ്ഞു, ഇനിയും ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നെക്സ്റ്റ് പോവുകയാണ്. പിന്നെ നടന്നു വരുന്ന വഴിക്ക് വിച്ചിനെ കണ്ടു കേട്ടോ. ദുർമന്ത്രവാദിനിയില്ലേ, നമ്മൾ കാർട്ടൂണിലും അങ്ങനെയൊക്കെ മാത്രം കണ്ടിട്ടുള്ള ചൂലിൻ്റെ പുറത്ത് പോകുന്ന അമ്മൂമ്മ, അങ്ങനെ ഒരു സംഭവം കണ്ടു. ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ ഒരുപാട് ഇതുപോലെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആനിമേറ്റഡ് ആയിട്ട് കാണുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഇങ്ങനെ ഒരുങ്ങി നടപ്പുണ്ടായിരുന്നു. മേ ബി ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെ ഒരുങ്ങി നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേ കണ്ടു. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ മിക്കി മൗസിനെ കണ്ടു, ഇതുപോലെ വിച്ച് കണ്ടു, അങ്ങനെ ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ ഇവിടെ കാണാൻ പറ്റി. അപ്പോൾ വീണ്ടും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതാ വീണ്ടും നമ്മുടെ സ്കോട്ടിഷ് കാരുടെ എന്താണ് സിമ്പിളായിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് ഇതുപോലെ ആൾക്കാർ നിന്ന് ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതുപോലെ തന്നെ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇതുപോലെ പരുന്ത്, മൂങ്ങ, അതുപോലെ വെള്ളിമൂങ്ങയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. ഇതിനെല്ലാം നമുക്ക് കൈ പിടിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനൊരു ചാൻസ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പരുന്തിനാണ് ചൂസ് ചെയ്തത്. അക്കൂട്ടത്തിൽ ഏറ്റവും പൈസ കൂടുതലുള്ളതും അതിന് തന്നെയായിരുന്നു. അപ്പോൾ അവരിങ്ങനെ നമുക്ക് കയ്യിൽ ഗ്ലൗസൊക്കെ ഇടാൻ തന്നു. എന്നിട്ട് ഇതിനെ നമ്മുടെ കയ്യിലോട്ട് വെച്ച് തരും. അവർ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ടായിരുന്നു, പക്ഷെ എന്നാലും എനിക്കിത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ കണ്ണ് മൂടിയിട്ടാണ് നമ്മുടെ കയ്യിലോട്ട് വെച്ച് തരുന്നത്. എന്നിട്ട് നമ്മുടെ കയ്യിൽ അത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇവർ അതിൻ്റെ ആ ഒരു കണ്ണ് തുറന്നു പിടിക്കും. പിന്നെ ഇവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ചിറക് വിരിക്കുന്ന പോലെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ഇതിനെ പറത്തി വിടുന്ന പോലെയൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ ഇത് കയ്യിലോട്ട് കയറിയപ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഈ സാധനത്തിന്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഇതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ എന്ന് വിചാരിച്ച് ഞാനത് എൻജോയ് ചെയ്ത് തന്നെ ചെയ്തു. It's fine, it's fine. I didn't work with it. No, it's fine, it's fine. I didn't work Does anyone want to help? Come alongside here? No. It's fine, it's fine. Let it sit like that. അങ്ങനെ അതിനെ കൈ വെച്ചിട്ട് അതിനെ പറത്താൻ വേണ്ടിയിട്ട് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ അത് കൊത്തുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറേ നേരം അവരെന്നെ ഇങ്ങനെ ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് അവർ മടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ കറക്റ്റായിട്ട് ചെയ്തത്. ആ ഒരൊറ്റ ക്ലിക്കിൽ കറക്റ്റായിട്ട് ആ ഫോട്ടോ കിട്ടുകയും ചെയ്തു. Look at the camera. Hopefully his wings will be open. You come around the back. അതിന്റെ വിങ്സ് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തോ? Is it on photo, yeah? 1, 2, now lock it up high. You didn't lock your arm. Try again. Remember to lock your arm high. How to lock it? Just keep your arm absolutely still. Okay. 1, 2, lock it. Did you get it? You're fine. It's not gonna hurt you. You can take it back. Okay, I'll take it back. അങ്ങനെ പരുന്തിനെയൊക്കെ എടുത്തു, വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ആസ് യൂഷ്വൽ സ്ട്രീറ്റിൽ കൂടെ തന്നെ നടന്നു. അപ്പോൾ ഇതായൊരു ക്രിസ്മസ് ഷോപ്പ് കണ്ടു. ഇപ്പോൾ ഈ മാസം എന്തിനാണ് ക്രിസ്മസ് ഷോപ്പെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇതിനകത്ത് മുഴുവൻ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളായിരുന്നു കൂടുതലും.
അപ്പോൾ അതൊക്കെ കണ്ടു. ഞങ്ങൾ പെട്ടെന്നാണ് എല്ലാം കണ്ടത്. അതിനുശേഷം ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് ആരും ഇല്ല ചോദിക്കാനൊന്നും. നമുക്ക് മെയിലിൽ അവർ നമ്പർ അയച്ചു തരും. ആ നമ്പർ നമ്മൾ ലോക്ക് ചെയ്ത് അകത്ത് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. താഴത്ത് ഒരു റൂമും മേളിലൊരു റൂമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ താഴത്തെ റൂം ചേച്ചിയും ചേട്ടനും എടുക്കാമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ സ്ട്രീറ്റ്. ഇത് അത്യാവശ്യം ഒരു നല്ലൊരു ഏരിയ ആയിരുന്നു. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടി സാധനങ്ങളൊക്കെ കയറ്റുകയാണ്. അപ്പോൾ താഴത്തെ റൂമൊക്കെയാണ് ചേച്ചി എടുത്തത്. ഞങ്ങൾ മുകളിലത്തെ റൂം എടുത്തു. ഇനി ഈ റൂമിനകത്തുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇവിടെ വേറെ ആൾക്കാരും ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ റിസപ്ഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെ വരുന്നു, നമ്മൾ തന്നെ കീ എടുക്കുന്നു, നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നു റൂം. ഇതാണ് ഞങ്ങൾ ചൂസ് ചെയ്ത റൂം വന്നേക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കബോർഡും പിന്നെ നമുക്ക് വേണ്ട ഹെയർ ഡ്രയർ, അതുപോലെ തന്നെ ഒരു കെറ്റിൽ, അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ആ റൂമിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റൂം വരുന്നത്. അത് കുഴപ്പമില്ല, ഇത് തന്നെ മതി. ഇത് ബേസ്മെന്റ് അല്ലേ? നിങ്ങൾക്ക് നക്ഷത്രമൊക്കെ ഉണ്ട്. കൊള്ളാമല്ലേ? എനിക്കിഷ്ടമായി. അപ്പോൾ ഇതാണ് ചേട്ടനും ചേച്ചിയുടെ റൂം. എനിക്ക് ഞങ്ങളുടെ റൂമിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ട ഈ റൂമാണ്. പക്ഷേ ഇത്രയും താഴത്തോട്ട് ഇറങ്ങി വരാനുള്ള മടി കൊണ്ട് ഞാൻ മുകളിലത്തെ റൂം തന്നെ എടുത്തു. പിന്നെ ഞങ്ങളുടെ റൂമിലൊരു ചെറിയ ഗാർഡൻ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു. ഇനി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.